ഇത് ഓക്കെ, മുന്നോട്ട് സൂപ്പി പോയി. വെള്ളമുണ്ട എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സൂപ്പി വെള്ളമുണ്ട, എവിടെയാണ് പിഴച്ചത്? നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ. നമസ്കാരം. ഞാൻ പറഞ്ഞ 75 പറഞ്ഞ ശേഖര് അങ്ങ് പോയി താഴേക്ക് പോയി. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നു. എവിടെയാണ് പിഴച്ചത്? ശരി, സാരമില്ല. അതൊക്കെ നമ്മളൊരു രാഷ്ട്രീയത്തിൽ പല കണക്കുകൾ കൂട്ടും. തിരിച്ചു വരും. കാരണം UDF 10 കൊല്ലം വിട്ടു നിൽക്കില്ല. അതുപോലെ LDF വിട്ടു 5 കൊല്ലം വിട്ടു നിൽക്കൽ നല്ലതാണ്. ഇത് പരാജയപ്പെട്ടത് നല്ലതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. നമസ്കാരം പണ്ഡിറ്റ്ജി. നമസ്കാരം. അങ്ങയുടെ കണക്കുകളും തെറ്റി. എന്റെ കണക്കുകള് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് മോശമല്ലാത്തൊരു അങ്ങ് എന്നോട് പറഞ്ഞത് അവിടെ ഷൊർണൂരിൽ 2ാം സ്ഥാനം കിട്ടുമെന്നാണ്. കിട്ടിയില്ല. 5 സീറ്റ് കേരളത്തിൽ പ്രതീക്ഷിച്ചു. പക്ഷെ 3 ജയിച്ചു. പോട്ടെ, അത് ഒരു വലിയ തെറ്റ് എന്ന് പറയാനാകില്ല. 5 സീറ്റ് പറഞ്ഞതില് 2 സീറ്റ് എങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. നമ്മളിപ്പോ തോറ്റു കഴിഞ്ഞതിന് ശേഷം ഉന്ന പറയുമെന്നല്ല, ജയിച്ച സ്ഥാനാർത്ഥികളെ മോശമാക്കാനുള്ളത് ഇതല്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു. മഞ്ചേശ്വരത്ത് ഈ സുരേന്ദ്രൻ ജയിക്കേണ്ടതായിരുന്നു.